ഇലോൺ മസ്ക് ഇന്ത്യയെ ചതിക്കുമോ? വളരെ പ്രസക്തമായ ചോദ്യമാണ്. പക്ഷേ അതിനു മുമ്പ് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ചില വിവരങ്ങൾ ഇതിനകത്ത് ഞാൻ പറയുന്നുണ്ട്. കാരണം നമ്മളിനി വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിൽ നമ്മൾ നേരിടാൻ പോകുന്ന ചില പ്രശ്നങ്ങളും നമുക്കുണ്ടാവുന്ന ചില സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഇലോൺ മസ്ക് ഇന്ത്യയെ ചതിക്കുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ മാനം എന്ന് പറയുന്നത് ഉക്രൈൻ്റെ അനുഭവമായിരിക്കും. ഇപ്പോൾ അതിലേക്ക് ആ ചോദ്യത്തിലേക്ക് വഴിതെളിക്കുന്നത് എയർടെൽ എന്ന് പറയുന്ന മൊബൈൽ കമ്പനിയും ജിയോ എന്ന് പറയുന്ന എയർടെൽ കമ്പനിയും സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ഇലോൺ മസ്കിൻ്റെ ഇൻ്റർനെറ്റ് ഉപഗ്രഹ കമ്പനിയുമായി കരാർ ഒപ്പിടാൻ പോകുന്നു എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, ഉപയോഗിക്കാത്തവരാരുമില്ല. ഒരു വർഷം ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് ഡാറ്റയുടെ വിൽപ്പന ഏതാണ്ട് 40 ലക്ഷം കോടി 50 ലക്ഷം കോടി എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യയുടെ ബജറ്റിന് തുല്യമായ തുക ഇൻ്റർനെറ്റ് സേവനങ്ങൾക്ക് വേണ്ടി ഇന്ത്യ വിനിയോഗിക്കുന്നുണ്ട്. എത്ര ഭീമമായ തുകയാണെന്ന് ആലോചിക്കൂ. ഈ രാജ്യത്തിൻ്റെ ബജറ്റിന് തുല്യമായ തുക നമ്മൾ ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, അതിനുവേണ്ടി പേ ചെയ്യുന്നു. അപ്പോൾ അത്ര പ്രധാനപ്പെട്ടതാണ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് ഇല്ലാത്ത കാലത്തെക്കുറിച്ച് ഒരു ദിവസം ഒരു 5 ദിവസം നെറ്റില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? പട്ടിണിയാണെങ്കിലും കിടക്കാം, അല്ലേ? പട്ടിണി കിടക്കാം, നെറ്റില്ലേ പറ്റില്ല എന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇന്ന് നമുക്ക് ഏറ്റവും നമ്മുടെ ലോകം നമ്മുടെ കൺമുന്നിലാണ്. നോക്കൂ, അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാളെ വേണമെങ്കിൽ നമുക്ക് നെറ്റുണ്ടെങ്കിൽ 5 പൈസ ചിലവില്ലാതെ വാട്സാപ്പ് കോളിൽ വിളിക്കാം, അല്ലേ? കണ്ടു വിളിക്കാം, കണ്ട് സംസാരിക്കാം. അങ്ങനെ മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കുകയും ലോക രാജ്യങ്ങൾ തമ്മിലുള്ള അകലം ഇല്ലാതാക്കുകയും വിജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ, വിവരങ്ങളുടെ വലിയൊരു മഹാസാഗരം നമ്മുടെ കൈക്കുമ്പിളിലേക്ക് കൊണ്ടുതന്നത് ഇൻ്റർനെറ്റാണ്. അപ്പോൾ ഇൻ്റർനെറ്റിനെ സംബന്ധിച്ച് നമ്മുടെ ഇവിടെ നെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈലിൽ ഉപയോഗിക്കുന്നവർക്കറിയാം, ഇവിടെ നെറ്റില്ല കേട്ടോ നമ്മൾ പറയും. നമ്മുടെ വീട്ടിൽ തന്നെ ചില സ്ഥലത്തില്ല. നമ്മൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഹൈവേ വിട്ടിട്ട് ഒരു 10 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാൽ നെറ്റില്ല. മീൻ പിടിക്കാനായിട്ട് ബോട്ടിൽ പോകുന്നവരുണ്ടല്ലോ, ഒരു 10 കിലോമീറ്റർ തീരത്ത് നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നെറ്റില്ല. കടലിൽ പോയാൽ പിന്നെ നെറ്റില്ല. അപ്പോൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്തിൽ മലമുകളിൽ ചെന്നാൽ നെറ്റില്ല, കാട്ടിൽ പോയാൽ നെറ്റില്ല. അപ്പോൾ ഇൻ്റർനെറ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഉണ്ട്. എല്ലായിടത്തും മൊബൈൽ ടവറുകളുണ്ടെങ്കിലും രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ ലഭ്യമല്ല. കാരണം നെറ്റ് ഇപ്പോൾ വരുന്നത് ഒന്ന് മൊബൈൽ ടവറുകൾ വഴിയാണ്, 2 ബ്രോഡ്ബാൻഡ് ആണെങ്കിൽ കേബിളുകൾ വഴിയാണ്. ഇങ്ങനെയാണ് ഇൻ്റർനെറ്റ് കിട്ടുന്നത്. അതിന് ബദലായി ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഇൻ്റർനെറ്റ് ലഭ്യമാക്കണമെങ്കിൽ ആകാശത്തുനിന്ന് വരണം. ആകാശത്ത് പറഞ്ഞാൽ സാറ്റലൈറ്റിൽ നിന്ന് വരണം. ഇതാണ് ഏറ്റവും ഐഡിയലായിട്ടുള്ള എല്ലാ ലോകം മുഴുവൻ ഇൻ്റർനെറ്റിൻ്റെ ആക്കാനുള്ള ഏകമാർഗം. ഇത് മുന്നിൽ കണ്ടു പ്രവർത്തിച്ച ആളാണ് ഇലോൺ മസ്ക്. ഇലോൺ മസ്ക് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്. അദ്ദേഹത്തിന് അതിപ്രശസ്തമായ എക്സ് എന്ന് പറഞ്ഞ സ്ഥാപനം, പഴയ ട്വിറ്റർ, അദ്ദേഹത്തിൻ്റെയാണ്. ട്വിറ്ററിൻ്റെ ഉടമയാണ്. പിന്നെ അദ്ദേഹത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് കാർ നിർമ്മാണ കമ്പനിയായ ടെസ്ല അദ്ദേഹത്തിൻ്റെയാണ്. സ്പേസ് എക്സ് എന്ന് പറയുന്ന ഒരു ബഹിരാകാശ ദൗത്യ കമ്പനിയുണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ദൗത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാസയാണ്. പക്ഷെ നാസയാണ് നമ്മുടെ സുനിത വില്യംസിനെ അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിലേക്ക് അയച്ചത്. പക്ഷേ 8 ദിവസത്തേക്കോ 9 മാസത്തേക്കോ അവിടെ പോയ സുനിത വില്യംസിനെ 9 മാസം കഴിഞ്ഞിട്ടും തിരിച്ചു കൊണ്ടുവരാൻ നാസയ്ക്ക് കഴിഞ്ഞില്ല. പക്ഷേ സ്പേസ് എക്സിൻ്റെ ഉടമസ്ഥനായ മസ്ക് ബൈഡൻ്റെ കാലത്ത് തന്നെ പറഞ്ഞു, ഞാൻ വേണേൽ കൊണ്ടുവരാം, പക്ഷേ എന്നോട് ആവശ്യപ്പെടണം. ബൈഡൻ സർക്കാർ ആവശ്യപ്പെട്ടാൽ കൊണ്ടുവരുക എന്ന് പറഞ്ഞു. ബൈഡൻ ആവശ്യപ്പെട്ടില്ല. കാരണം നാസയ്ക്ക് പറ്റാത്ത ഒരു കാര്യം അമേരിക്കയിലെ തന്നെ ഒരു പ്രൈവറ്റ് കമ്പനി ചെയ്താൽ അത് അമേരിക്കയ്ക്ക് നാണക്കേടാണ്. പിന്നെ ബൈഡനും എലോൺ മസ്കുമായിട്ട് നല്ല ബന്ധമായിരുന്നില്ല. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഏറ്റവും അടുത്ത ആളാണ് മസ്ക്. അതുകൊണ്ട് ട്രംപ് ആവശ്യപ്പെട്ട് കഴിഞ്ഞു സ്പേസ് എക്സ് പോയിട്ട് സുനിത വില്യംസിനെ കൊണ്ടുവരാം. 19-ാം തീയതി സ്പേസ് എക്സിൻ്റെ വാഹനം സ്പേസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് സുനിത വില്യംസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമേരിക്കയുടെ ഭരണത്തിലും ലോകത്തിൻ്റെ കാര്യത്തിലും ശാസ്ത്ര സാങ്കേതിക രംഗത്തും വലിയ സംഭാവനകളും വലിയ സ്വാധീനവും ചെലുത്തുന്ന മസ്കിൻ്റെ കമ്പനിയാണ് സ്റ്റാർലിങ്ക്. സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞ കമ്പനി ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ, ലോ ഓർബിറ്റിൽ, അതിനാണ് ഇംഗ്ലീഷിൽ പറയുക, ലോ ഓർബിറ്റിൽ ആയിരക്കണക്കിന് ചെറിയ 100 കിലോ 200 കിലോ ഒക്കെ വെയിറ്റുള്ള സാറ്റലൈറ്റുകൾ വിന്യസിച്ചിട്ടുണ്ട്. ഈ സാറ്റലൈറ്റ് ഞാൻ പറഞ്ഞു പറയണം, ആയിരക്കണക്കിനെന്നാണ് പറഞ്ഞത്. ആയിരക്കണക്കിന് ചെറിയ ഉപഗ്രഹങ്ങൾ
ഭൂമിയോട് ചേർന്ന ഏറ്റവും താഴ്ന്ന ഭ്രമണപഥത്തിൽ വിക്ഷേപിച്ച് അവിടെ സ്ഥാപിച്ചിട്ട് അതിൽ നിന്ന് ഇൻ്റർനെറ്റ് താഴത്തേക്ക് കൊടുക്കുന്നു. അതാണ് സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന മസ്കിൻ്റെ കമ്പനി. ആ മസ്കിൻ്റെ കമ്പനിയാണ് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. ആ മസ്കിൻ്റെ കമ്പനിയുമായിട്ടാണ് എയർടെല്ലും ജിയോയും എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ലൈസൻസും കൊടുക്കാൻ പോവാണ്. നമ്മുടെ വാർത്താ വിതരണ മന്ത്രി ഇതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത് നോക്കൂ, ഇപ്പോൾ അത് നല്ല കാര്യമല്ലേ? എല്ലാവർക്കും ആണല്ലേ? പ്രതിപക്ഷം പക്ഷേ എതിർക്കുകയാണ്. മീര എന്നോട് ചോദിച്ചു, അത് ഏതൊക്കെ രാജ്യങ്ങളിലാണെന്നല്ല, നാട്ടിലൊരു വികസനം വരികയല്ലേ, അതിനെ പ്രതിപക്ഷം കോൺഗ്രസ് പാർട്ടി ജയറാം രമേശൊക്കെ എതിർത്തു. അത് ശരിയാണോ എന്നൊരു ചോദ്യം മീര എന്നോട് ഷൂട്ടിന് മുമ്പ് ചോദിച്ചു. ഷൂട്ടിലിരുന്നപ്പോൾ ചോദിച്ചില്ല. ഏതായാലും ആ ചോദ്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത് വളരെ പ്രസക്തമായി. ഇൻ്റർനെറ്റ് എല്ലായിടത്തും ലഭ്യമായാൽ നമുക്ക് വലിയ കുതിച്ചുചാട്ടം നമുക്കുണ്ടാവും എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ നമ്മുടെ മുന്നിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു ഉദാഹരണം നിൽക്കുന്നു. ഈ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധത്തിലായി വലിയ യുദ്ധം നടന്നു. റഷ്യ ഉക്രൈൻ്റെ ഇൻ്റർനെറ്റ് സംവിധാനവും ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനവും ഒക്കെ തകർത്ത് കളഞ്ഞു. ഇന്നത്തെ കാലത്ത് നെറ്റില്ലാതെ യുദ്ധം ചെയ്യാൻ പറ്റില്ല. എല്ലാം നെറ്റിൽ, ഒരു മിസൈൽ പോകുന്നത്, മിസൈൽ വിക്ഷേപിക്കുന്നത്, വിമാനങ്ങൾ പറക്കുന്നത്, ഇതൊക്കെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലെങ്കിൽ പലതും അവതാളത്തിലാകും. ഇൻ്റർനെറ്റ് ഒരു അവിഭാജ്യ ഘടകമാണ് യുദ്ധത്തിന് പോലും. അപ്പോൾ അത് ആ സാഹചര്യം നിൽക്കുമ്പോൾ റഷ്യ ഉക്രൈൻ്റെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ തകർത്തപ്പോൾ ബൈഡൻ്റെ കാലത്ത് സഹായിക്കാൻ ചെന്നത് മസ്കാണ്. മസ്ക് ഉക്രൈൻ പ്രസിഡന്റിനോട് പറഞ്ഞു, ഞാൻ തരാം ഇൻ്റർനെറ്റ്. സ്റ്റാർലിങ്ക് നേരിട്ട് സാറ്റലൈറ്റ് വഴി ആകാശത്ത് നിന്ന് ഉക്രൈന് ഇൻ്റർനെറ്റ് കൊടുക്കും. അത് ഉപയോഗിച്ചിട്ടാണ് റഷ്യയുടെ യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതും അവർ നയിക്കുന്നതും യുദ്ധം അവർ നയിക്കുന്നതും ഈ സ്പേസിൽ നിന്ന് സ്റ്റാർലിങ്ക് കൊടുത്തിട്ടുള്ള ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ടാണ് ഉക്രൈൻ യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈയിടെ അമേരിക്കൻ പ്രസിഡന്റ് സെലൻസ്കിയെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ ഒരു അടിയൊക്കെ ഉണ്ടായല്ലോ, വഴക്ക്, വലിയ വിവാദമായി. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമൊക്കെ ഉണ്ടായതിന് ശേഷം നിങ്ങൾ റഷ്യയായിട്ടുള്ള യുദ്ധത്തിന് സമാധാനത്തിന് തയ്യാറായില്ലെങ്കിൽ എല്ലാ സഹായവും നിർത്തുമെന്ന് ട്രംപ് പറഞ്ഞു. അക്കൂട്ടത്തിൽ മസ്കും പറഞ്ഞൊരു കാര്യം ചെയ്യും, നിനക്ക് നെറ്റ് തന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്റ്റാർലിങ്ക് അല്ലേ, ഞാൻ ആ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യാൻ പോവാം. ഓഫ് ചെയ്താൽ എന്ത് പറ്റും? ഉക്രൈന് ഇൻ്റർനെറ്റ് ഇല്ല, പിന്നെ എങ്ങനെ യുദ്ധം നടത്തും? ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് സ്റ്റാർലിങ്ക് വരുന്നു, സ്റ്റാർലിങ്ക് എല്ലാവരും ഉപയോഗിക്കുന്നു. ഇവിടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സംഭവമായിട്ട് സ്റ്റാർലിങ്ക് മാറുന്നു. നാളെ ഒരിക്കൽ ഇന്ത്യയും ഇലോൺ മസ്കും കൂടെ തെറ്റിക്കഴിഞ്ഞാൽ മസ്ക് അതുപോലെ ഈ സ്റ്റാർലിങ്കിൻ്റെ ഇന്ത്യക്ക് ഇൻ്റർനെറ്റ് കൊടുക്കുന്ന സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്താൽ എന്തു പറ്റും? നമ്മുടെ എല്ലാ പരിപാടിയും തീരും. നമ്മൾ യുദ്ധത്തിലാണ്, യുദ്ധം തോറ്റുപോകും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായി സംഭവിക്കാൻ പോകുന്നത്, ഇപ്പം ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ വഴി നെറ്റ് ഇപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എയർടെല്, ജിയോ ഒക്കെ. പക്ഷേ സ്റ്റാർലിങ്കിൻ്റെ സംവിധാനം കിട്ടിക്കഴിഞ്ഞാൽ അതും ഇതും കൂടെ വേണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒരുപക്ഷെ അവരെന്ത് ചെയ്യാം, ഏകപക്ഷീയമായിട്ട് സ്റ്റാർലിങ്കിനെ മാത്രം ആശ്രയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്റ്റാർലിങ്കിന് മൊണോപ്പൊളിയായി. നമുക്ക് കാട്ടിലും വെള്ളത്തിലും കടലിലും ഒക്കെ നെറ്റ് കിട്ടുമായിരിക്കും. പക്ഷേ എപ്പോൾ വേണമെങ്കിലും താൻ വേണ്ടി വന്നാൽ ഓഫ് ചെയ്യും. തൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ എൻ്റെ സംഗതി ഞാൻ ഓഫ് ചെയ്യുമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? മസ്ക് ഉക്രൈനോട് പറഞ്ഞിട്ടുണ്ട്. നാളെ നമ്മളോടും പറയില്ലെന്ന് ഉറപ്പുണ്ടോ? ഇതൊരു വലിയ പ്രശ്നം. ഇതാണ് സുരക്ഷാ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ വേണ്ടത് ഇപ്പോൾ ആളുകൾ പറയുന്നത് നമ്മളിപ്പം സ്വീകരിക്കുക, അതോടൊപ്പം തന്നെ നമ്മളും നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു ഇൻ്റർനെറ്റ് സംവിധാനം ഉണ്ടാവണം. ഇത് പറയുമ്പോൾ ഒരു ഉദാഹരണമുണ്ട്. കാർഗിൽ യുദ്ധം നടക്കും, പലതവണ നമ്മൾ പറഞ്ഞുകൊണ്ടാണ്, അതുകൊണ്ട് വിശദീകരിച്ച് പറയട്ടെ. കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ പാകിസ്ഥാൻ വന്നിട്ട് നമ്മുടെ സൈനിക പോസ്റ്റുകളിൽ കയറി മോളിയിരുന്നു, എന്നിട്ട് താഴത്തോട്ട് നമ്മളെ വെടിവെക്കുകയാണ്. നമുക്ക് മുകളിൽ തിരിച്ച് കയറി അവരെ തുരത്താൻ പറ്റും. കാരണം അവർ മുകളിൽ നിന്ന് താഴത്തേക്ക് വെടിവെക്കുമ്പോൾ നമ്മുടെ പട്ടാളക്കാർ മരിച്ചു വീഴുകയാണ്. അപ്പോൾ നമ്മൾ അമേരിക്കയോട് ചോദിച്ചു, ഒരു കാര്യം ചെയ്യൂ, നമുക്ക് നിങ്ങളുടെ GPS, നമ്മുടെ ഫോണിലുണ്ടല്ലോ GPS, അതതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് വെർഷനാണ്. പക്ഷേ ഏറ്റവും വലിയ GPS സംവിധാനം ഉപയോഗിച്ചാൽ നമ്മൾ താഴെക്കൂടെ നടക്കുന്ന ഒരു ഉറുമ്പിനെ വരെ കാണാമെന്നാണ്. അതിശോക്തിപരമാണോ അല്ലയോ പറയുന്നത്? അമേരിക്കയുടെ പക്കലുള്ള ഏറ്റവും മിലിറ്ററി സംവിധാനത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ട് GPS വഴി മണ്ണിലുള്ള അതിസൂക്ഷ്മമായ സാധനങ്ങൾ വരെ കാണാൻ പറ്റും. ആ GPS ടെക്നോളജി നമുക്കൊന്നും തരാൻ ചോദിച്ചപ്പോൾ അമേരിക്ക തന്നില്ല. നമ്മുടെ പട്ടാളക്കാർ വലയുടെ മുകളിലിരിക്കുന്ന പാകിസ്ഥാൻകാർ താഴത്തുനിന്ന് കയറി വരുന്ന ആളുകളെ വെടിവെച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മളെ സഹായിച്ചത് ഇസ്രയേലാണ്. അതാണ് ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ആ സമയത്ത് അമേരിക്കയുടെ നിർണായക ഘട്ടത്തിൽ നമ്മൾ സഹായം ചോദിച്ചപ്പോൾ തരാത്തൊരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ ഇന്ത്യക്കൊരു നിർണായകമായ ആവശ്യം വരുമ്പോൾ അമേരിക്കൻ കമ്പനിയായ സ്റ്റാർലിങ്ക് ഇത് ഓഫ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും?
അപ്പോൾ വികസനമാണ് എന്ന് പറഞ്ഞ് വീടിനകത്തൊരു മുറിക്കകത്തൊരു ആന കയറി നിന്നാൽ ആനയാണ്, ഭംഗിയുള്ളതാണ്, വിലയുള്ളതാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അസൗകര്യങ്ങളുമുണ്ട്, അപകടവുമുണ്ട്, അല്ലേ? ഈ അപകടമാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അപ്പോൾ അതിനുവേണ്ടി പലരും പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഇന്ത്യ എന്ത് ചെയ്യണം? ഇന്ത്യ ഇതുപോലെ ചെറിയ ഉപഗ്രഹങ്ങൾ വിന്യസിച്ച് നമ്മൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു ഉപഗ്രഹ ഇൻ്റർനെറ്റ് സംവിധാനം ഉണ്ടാക്കണം. നേരത്തെ നമ്മൾ GPS അമേരിക്ക തന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇന്ത്യ ആ പാഠം പഠിച്ചിട്ട് ഇന്ത്യയുടെ സ്വന്തം ഒരു GPS 7-8 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് അവയിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ ഉപയോഗിച്ച് നമ്മുടെ സ്വന്തം ഒരു GPS സംവിധാനം ഉണ്ട്. അതിൻ്റെ പേര് വിട്ടിട്ടുണ്ട്, നാവിക് എന്നാണ് എൻ്റെ പേര്. അതിപ്പോൾ നമ്മൾ 3 സാറ്റലൈറ്റോ 4 സാറ്റലൈറ്റോ മറ്റോ വിക്ഷേപിച്ച് കഴിഞ്ഞു. 7-8 മറ്റോ വേണം. അത് കഴിഞ്ഞാൽ നമുക്ക് GPS വരെ ഇന്ത്യയുടെ സ്വന്തം GPS സംവിധാനം ഉടനെ വരും. ഇതുപോലെ നമ്മൾ നമ്മുടെ സ്വന്തമായ ഒരു സ്റ്റാർലിങ്കിന് ബദലായിട്ട് ഉപഗ്രഹ ഇൻ്റർനെറ്റ് സംവിധാനം നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് അത്രയും പൈസ വേണോ എന്ന് ചോദിച്ചാൽ ശരി ചോദ്യമാണ്. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. കാരണം ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ പ്രശ്നമാണ്. നമ്മൾ ഒരു മൊണോപ്പൊളി ആയിട്ടുള്ള വിദേശ കമ്പനിയെ ആക്രമിച്ചാൽ നാളെ അവനത് പൂട്ടിമടക്കി പോയാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാവും. അതുകൊണ്ട് ഇപ്പം വിദഗ്ധർ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു വർഷം ഒരു 15,000 കോടി വെച്ച് ബജറ്റ് അലോക്കേഷൻ ഉണ്ടായി മാറ്റി വെച്ചാൽ നമുക്കൊരു 2, 3, 4 വർഷം കൊണ്ട് 60,000 കോടി രൂപയൊക്കെ മതി. 60,000 കോടി രൂപ ഇന്ത്യ ഗവൺമെൻറ്റിന് സമാഹരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു പെട്രോളിന് ഒരു 10 രൂപ കൂട്ടിയാൽ മതി, അല്ലേ? ഞാൻ കാര്യം തമാശ ചിരിക്കാനല്ല പറഞ്ഞത്. ഒരു 10 രൂപ കൂടും, അല്ലെങ്കിൽ കള്ളിന് 10 രൂപ കൂടും. GSTയിൽ ഒരു ചെറിയ പെർസെൻറ്റേജ് വരുന്നു. അല്ലെങ്കിൽ പണ്ടൊക്കെ യുദ്ധമൊക്കെ വരുമ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ സൈനിക സ്റ്റാമ്പ് കച്ചവടം ഉണ്ടായിരുന്നു സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക്, സ്റ്റാമ്പ്. അതുപോലെ നമുക്ക് ഫണ്ട് ശേഖരിച്ചിട്ട് ചെയ്യാൻ ഒരുപാട് മാർഗമുണ്ട്. നമുക്ക് സ്വന്തമായിട്ടുള്ള ഇത്തരം ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യ ആലോചിക്കണം എന്നുള്ള ഒരു വാദം കൂടെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് പറയുമ്പോൾ വേറൊരു കാര്യങ്ങളുണ്ട്. ഈ എത്ര കാലം മസ്കിന് ഈ കുത്തക നിലനിർത്താൻ പറ്റും എന്നറിയില്ല. കാരണം വരുന്നുണ്ട് സ്പേസ് സെയിൽ. സ്റ്റാർലിങ്കിന് ബദലായിട്ട് അടുത്ത കമ്പനി വരുന്നുണ്ട്. ഏതാണ്ട് 13,000 ഉപഗ്രഹങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഉപഗ്രഹ ഇൻ്റർനെറ്റ് സംവിധാനം റെഡിയാവാണ്. സ്പേസ് സെയിൽ എന്നാണ് അതിൻ്റെ പേര്. അത് നടപ്പാക്കുന്നത് ആരാണെന്നറിയോ? ചൈനയാണ്. ചൈനയുടെ ഉപഗ്രഹ ഇൻ്റർനെറ്റ് സംവിധാനം വരുന്നുണ്ട്. അപ്പോൾ ചൈന ഒരു രാജ്യം ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കുമ്പോൾ ചൈനയ്ക്ക് പിന്നിൽ മസ്ക് എന്നുള്ള വ്യക്തിക്ക് പിടിച്ചു നീക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. നാളെ സ്റ്റാർലിങ്കും സ്പേസ് സെയിലും തമ്മിൽ മത്സരം ഉണ്ടാകും. പിന്നെ ഈ ഉപഗ്രഹ ഇൻ്റർനെറ്റ് സംവിധാനം എന്ന് പറഞ്ഞാൽ പുതിയ കാര്യമൊന്നുമില്ല. നമ്മളിപ്പം 4G 5G ഒക്കെ ആയല്ലോ നമ്മുടെ ഫോണുകളൊക്കെ. അതിനൊക്കെ മുമ്പ് ഒരു 25-30 വർഷം മുമ്പ് ഇതിനുള്ള ആലോചന നടന്നിരിക്കുകയും അന്നും ഒരു അമേരിക്കൻ കമ്പനി, ഇറിഡിയം എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനി ഇതുപോലെ ഉപഗ്രഹങ്ങൾ മുകളിൽ കൊണ്ട് എത്തിച്ചിട്ട് അവിടെ നിന്ന് ഇൻ്റർനെറ്റ് കൊടുക്കുന്ന ഒരു സംവിധാനം തുടങ്ങിയിരുന്നു ഒരു 25-30 വർഷം മുമ്പ്. പക്ഷേ അത് ദയനീയമായി പരാജയപ്പെട്ടു. കാരണം അന്ന് ഇൻ്റർനെറ്റ് എന്താണെന്ന് ആൾക്ക് അറിയത്തില്ല. 30 വർഷം മുമ്പാണ്. ആളുകളുടെ കയ്യിൽ അതിന് പറ്റുന്ന ഫോണും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് ലാഭകരമല്ലാതെ ഉപേക്ഷിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇറിഡിയം എന്നൊരു പേരും കൂടെ ഉണ്ടായിരുന്നു. ഇറിഡിയം പരാജയപ്പെട്ടെങ്കിൽ സ്റ്റാർലിങ്ക് വൻ വിജയമാണ്. ഇപ്പോൾ നോക്കൂ, തൊട്ടടുത്ത് നമ്മുടെ ശത്രുവായി മാറിയിരിക്കുന്ന ബംഗ്ലാദേശ് ഉണ്ടല്ലോ. ബംഗ്ലാദേശ് പേടിച്ച് വരണ്ടിരിക്കുക. ബംഗ്ലാദേശിന് സഹായം ഒന്നും കൊടുക്കത്തില്ല. USA ഒക്കെ കട്ട് ചെയ്തു അമേരിക്ക. അപ്പോൾ മസ്കിനെ ഒന്ന് സോപ്പിടാൻ വേണ്ടി മുഹമ്മദ് യൂനസ് പിന്നാലെ നടക്കുകയാണ്. മസ്ക് ചേട്ടാ ഇങ്ങോട്ടൊന്ന് വാ, ഞങ്ങൾ സ്റ്റാർലിങ്ക് എടുക്കാം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് പക്ഷേ മസ്ക് ഇതിനകത്ത് വീണിട്ടില്ല. കാരണം ബംഗ്ലാദേശിന് കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ല. അപ്പോൾ ഇവനെങ്ങനെ സ്റ്റാർലിങ്ക് മേടിച്ച് ഉപയോഗിക്കും? ആദ്യം അരി മേടിക്കുമോ അതോ നെറ്റ് മേടിക്കുമോ? അതാണ്. അപ്പോൾ അതുകൊണ്ട് മസ്ക് അതിൽ കൊത്തിയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഉപഗ്രഹ ഇൻ്റർനെറ്റ് രംഗത്തേക്ക് സ്റ്റാർലിങ്ക് വന്നാലും എല്ലായിടത്തും നെറ്റ്വർക്ക് ഉണ്ടാവും. പക്ഷെ അതിൻ്റെ നിരക്ക് വല്ലാതെ കൂടുതലായിരിക്കും എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് അഫോർഡബിൾ ആണോ ഈ സ്റ്റാർലിങ്ക് വഴി വരുന്ന ഇൻ്റർനെറ്റ്? അത് ഈ മസ്ക് വന്നിട്ട് മസ്കിൻ്റെ കുത്തകയായിട്ടത് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ചെറിയ പൈസയ്ക്ക് കിട്ടുന്ന ഇൻ്റർനെറ്റ് കിട്ടുമോ എന്നുള്ള ആശങ്ക കൂടിയുണ്ട്. അപ്പോൾ ഇന്ത്യ ഏതായാലും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് നിയന്ത്രണം കരാറൊക്കെ ഒപ്പിടുക. പക്ഷേ ചില നിയന്ത്രണങ്ങൾ ഞങ്ങൾ വെക്കും. ഒന്ന്, സ്റ്റാർലിങ്കിൻ്റെ ഒരു കൺട്രോൾ സെൻറ്റർ ഇന്ത്യയിൽ വേണം. അതിൽ ഇന്ത്യക്കാരായ ഉദ്യോഗസ്ഥരും വേണം. എന്തെങ്കിലും കാര്യം വന്നാൽ ഞങ്ങൾ പറയുന്ന പോലെ കേൾക്കാൻ വേണ്ടി ഒരു കൺട്രോൾ സെൻറ്റർ. അമേരിക്കയിൽ നിന്ന് നേരിട്ടുള്ള പരിപാടി പറ്റത്തില്ല. ഇവിടെ ഒരു ഓഫീസ് വേണം, കൺട്രോൾ സെൻറ്റർ. അതുകൂടാതെ ഞങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് ഇൻ്റർനെറ്റ് കട്ട് ചെയ്യണം, സസ്പെൻഡ് ചെയ്യണം. ചിലയിടത്തൊരു വലിയ വർഗീയ കലാപം ഉണ്ടാക്കി അതിൻ്റെ വിവരങ്ങളൊക്കെ നെറ്റിലൂടെ, ഇപ്പോൾ കാശ്മീരിലൊക്കെ ചെയ്യാറുണ്ട്. വലിയ കലാപമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ചിത്രങ്ങളൊന്നും ഈ നെറ്റിൽ പോകാതിരിക്കാൻ ആ മേഖലയിൽ ഇൻ്റർനെറ്റ് കട്ട് ചെയ്യും. അതുപോലെ സസ്പെൻഡ് ചെയ്യാനും ഷട്ട് ഡൗൺ ചെയ്യാനും ഒക്കെയുള്ള അധികാരം സർക്കാരിനുണ്ടാവണം. പിന്നെ അതുകൂടാതെ
കോൾ ഇൻ്റർസെപ്ഷനുള്ള സംവിധാനം വേണം. കോൾ ഇൻ്റർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ വിളിക്കുന്ന കോളുകൾ, അയക്കുന്ന ഡാറ്റ, ഇതൊക്കെ എന്താണ്, ഏതാണ്, ആരാണെന്ന് അറിയാൻ സർക്കാരിന് കഴിയണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് വഴി ഒരു വീഡിയോ കോൾ വിളിച്ചാലും വേണമെങ്കിൽ സർക്കാരിന് കേൾക്കണമെങ്കിൽ കേൾക്കാം. നിങ്ങളൊരു പടം അയച്ചാൽ, ഒരു മെസ്സേജ് അയച്ചാൽ വേണമെങ്കിൽ സർക്കാരിന് വേണമെങ്കിൽ കാണാം. കാരണം അങ്ങനെ ഞങ്ങൾ ആവശ്യപ്പെട്ട ആ സാധനം എടുത്തു തരണമെന്ന് എഗ്രിമെൻ്റ് വെച്ചിട്ടാണ് സർക്കാർ ഈ ലൈസൻസ് കൊടുത്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരു ലൈസൻസും കൂടെ ഒപ്പിടണം എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും സ്റ്റാർലിങ്ക് വരുമെന്നുള്ള ഉറപ്പായി കഴിഞ്ഞു. സ്റ്റാർലിങ്ക് ഇന്ത്യയെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയണമെന്നല്ല, ഇത്തരം ആശങ്കകളുണ്ട്. ഈ ആശങ്കകൾക്ക് എന്താണ് സൊല്യൂഷൻ? നരേന്ദ്രമോദി സർക്കാർ സ്വന്തമായി ഒരു ഉപഗ്രഹ ഇൻ്റർനെറ്റ് സംവിധാനം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക കൂടി വേണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.